ആമസോണിലെ ഏറ്റവും അപകടകാരികളായ ജീവികളെക്കുറിച്ച് ഒരു വിശകലനം നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഗ്രീൻ അനക്കോണ്ട. നിശബ്ദനായിട്ടുള്ള കൊലയാൾ. ലോകത്തിലെ ഏറ്റവും ഭാരമേറിയ പാമ്പുകളാണിവ. ഇവയുടെ വലിപ്പത്തേക്കാൾ ഭയപ്പെടുത്തുന്നത് ഇവ ഇരയെ പിടിക്കുന്ന രീതിയാണ്. വെള്ളത്തിനടിയിൽ ഒളിച്ചിരുന്ന് ഇരയെ പെട്ടെന്ന് പിടികൂടുന്നു. വിഷമില്ലെങ്കിലും ശരീരപേശികൾ ഉപയോഗിച്ച് ഇവരെ വരിഞ്ഞു മുറുക്കി എല്ലുകൾ തകർക്കുകയും ശ്വാസം മുട്ടിച്ച് കൊല്ലുകയുമാണ് ഇവ ചെയ്യുന്നത്. ഒരു പൂർണ്ണ വളർച്ചയെത്തിയ അനക്കോണ്ടയ്ക്ക് ഒരു ജാഗോറിനെയോ പന്നിയെയോ പോലെയുള്ള വലിയ ജീവികളെ പോലും എളുപ്പത്തിൽ വിഴുങ്ങാൻ ഇവയ്ക്ക് സാധിക്കുമത്രേ. നമ്പർ 2, ബുള്ളറ്റ് ആൻഡ്. അസഹനീയമായിട്ടുള്ള വേദന. ഈ ഉറുമ്പുകൾ കടിക്കുമ്പോൾ ഉണ്ടാകുന്ന വേദന ഒരു തോക്കിൽ നിന്ന് വെടിയേൽക്കുന്നതിന് തുല്യമാണെന്നാണ് പറയപ്പെടുന്നത്. വേദനയുടെ തീവ്രത. പ്രകൃതിയിലെ ഏറ്റവും കഠിനമായ വേദനകളിൽ ഒന്നാണിത്. കടി ഏറ്റാൽ 24 മണിക്കൂർ വരെ ആ വേദന നീണ്ടു നിൽക്കുന്നത്ര. ഗോത്ര ആചാരങ്ങൾ. ആമസോണിലെ ചില ഗോത്രവർഗ്ഗക്കാർ ആൺകുട്ടികൾ പുരുഷത്വത്തിലേക്ക് കടക്കുന്നതിന് ഭാഗമായി ഈ ഉറുമ്പുകൾ നിറഞ്ഞ കയ്യുറകൾ ധരിക്കേണ്ടി വരാറുണ്ടത്രേ. നെക്സ്റ്റ് വൺ, ബ്ലാക്ക് കെയ്മാൻ. വെള്ളത്തിലെ രാജാവ്. ആമസോൺ നദിയിലെ ഏറ്റവും വലിയ വേട്ടക്കാരാണിവ. മുതലവർഗത്തിൽപ്പെട്ട ഇവ രാത്രികാലങ്ങളിൽ വേട്ടയാടാനാണ് താൽപ്പര്യപ്പെടുത്തുന്നത്. ഏത് ജീവിയെയും ആക്രമിക്കാൻ മടിക്കാത്ത ഇവ പലപ്പോഴും മനുഷ്യർക്ക് ഭീഷണിയാകാറുണ്ട്. കടും കറുപ്പ് നിറം ഉള്ളതുകൊണ്ട് രാത്രിയിൽ ഇവയെ തിരിച്ചറിയുക അസാധ്യമാണ്. നെക്സ്റ്റ് വൺ, പോയിസൺ ഡാർട്ട്. മാരകമായിട്ടുള്ള മനോഹാരിത. കാണാൻ വളരെ മനോഹരമായ നിറങ്ങളാണെങ്കിലും ഇവയുടെ ചർമ്മം അതിമാരകമായ വിഷം നിറഞ്ഞതാണ്. ഒരു ചെറിയ തവളയുടെ ശരീരത്തിലുള്ള വിഷം 10 മുതിർന്ന മനുഷ്യരെ കൊല്ലാൻ പര്യാപ്തമാണത്രേ. ഈ വിഷം രക്തത്തിൽ കലർന്നാൽ നിമിഷങ്ങൾക്കുള്ളിൽ മരണം സംഭവിക്കും. ഇവിടുത്തെ ഗോത്രവർഗ്ഗക്കാർ അവരുടെ അമ്പിൻ്റെ അറ്റത്ത് ഈ തവളയുടെ വിഷം പുരട്ടി വേട്ടയാടാൻ ഉപയോഗിച്ചിരുന്നതിനാലാണ് ഇവയ്ക്ക് ഈ പേര് ലഭിച്ചതത്രേ. നെക്സ്റ്റ് വൺ, വാൻഡ്ലിയ. ഒരു ഭയപ്പെടുത്തുന്ന ഒരിനം മത്സ്യം കൂടിയാണിത്. ആമസോണിലെ പിരാനകളേക്കാൾ ചിലപ്പോൾ മനുഷ്യർ ഭയപ്പെടേണ്ടത് ഈ ചെറിയ മീനിനെയാണ്.